ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് നിർമ്മൽ ഗോപി എന്നാണ്. ഞാൻ കഴിഞ്ഞൊരു 2 മാസക്കാലമായി അങ്കമാലി എയർപോർട്ട് റോഡിലുള്ള കരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന ഡോക്ടർ സിസ്റ്റർ വിനീത ദേവസിക്കുട്ടിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഹാൻഡോറ റീഹാബ് ഓക്യുപേഷണൽ ക്ലിനിക്കിലാണ് ഞാൻ തെറാപ്പിക്കായി വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്നെ ഇതിലോട്ട് നയിക്കുവാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 2 വർഷക്കാലമായി ഞാൻ വിദേശത്താണ് ജോലി ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസത്തിൽ ഞാനൊന്ന് ജോലി ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുന്ന വഴി വലത് കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അതൊന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ടോയ്ലറ്റ് ബാത്റൂമിൽ കയറിയപ്പോൾ ശ്രദ്ധിച്ചില്ല. എൻ്റെ കാലൊന്ന് തട്ടി, മറ്റേ കാല് ഉള്ളിൽ വെച്ചപ്പോൾ അതൊന്ന് വഴുതി നേരെ തലയിടിച്ച് ബാത്റൂമിൽ അങ്ങോട്ട് വീണുപോയി. തലയിടിച്ച് വീണുപോയി. ആ വീഴ്ചയിൽ എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പിന്നീട് ഹോസ്പിറ്റലാവുകയും ഡോക്ടറെ സ്കാനിങ്ങിലെല്ലാം കണ്ടെത്തി പറഞ്ഞ് നിങ്ങളുടെ തലച്ചോറിന് ഒരു ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി, ബാക്കി ശരീരഭാഗങ്ങൾക്ക് കുഴപ്പമില്ല, തലച്ചോറിന് ഒരു ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറിയാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചിരിക്കുന്നത്. അതിന് ട്രീറ്റ്മെൻറ്റ് വേണം, മരുന്ന് കഴിക്കണം, ന്യൂറോനെ കാണണം. ഒരു പെറ്റ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞാനൊരു മാസക്കാലത്തോളം ആ ഹോസ്പിറ്റലിൽ UK യുണൈറ്റഡ് കിങ്ഡത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ അവിടെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ചിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ആ പെറ്റ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബ്രദറിനോടൊപ്പം തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് വരികയും ഇവിടെ ഹോസ്പിറ്റൽ ഡോക്ടറെ കണ്ടു. ഇവിടുത്തെ ഡോക്ടറും പറഞ്ഞത് മരുന്ന് കാര്യങ്ങളെല്ലാം തരാം. അവിടുത്തെ ഡോക്ടറും പറഞ്ഞു ഒക്യുപേഷണൽ തെറാപ്പി നിങ്ങൾ എന്തായാലും ചെയ്യണം. ഇവിടുത്തെ ഡോക്ടറും പറഞ്ഞത് അത് തന്നെയാണ്. ഒക്യുപേഷണൽ തെറാപ്പി ചെയ്ത് മുന്നോട്ട് വന്നതിൽ കൂടി മാത്രമാണ് നിങ്ങളുടെ പഴയ ബ്രെയിൻ മെമ്മറി, ഫങ്ഷനിങ്, ഡിസിഷൻ മേക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്ര പഴയ പോലെ, ഈ ഇഞ്ചുറിക്ക് മുൻപ് എങ്ങനെയായിരുന്നോ നിങ്ങൾ, ആ വീഴ്ചയ്ക്ക് മുൻപ് എങ്ങനെയായിരുന്നോ ആ ഒരു ഫങ്ഷനാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചെത്തണമെങ്കിൽ ഒക്യുപേഷണൽ തെറാപ്പി മസ്റ്റ് ആണെന്ന് ഡോക്ടർമാർ തീർത്തും പറഞ്ഞു. അങ്ങനെ തെറാപ്പിക്ക് വേണ്ടി ഓൺലൈനിലെ കാര്യങ്ങളെല്ലാം ഒരു കാര്യങ്ങളെല്ലാം നോക്കി ഹോസ്പിറ്റലിൽ അന്വേഷിച്ചു. കുറേ ഹോസ്പിറ്റലിൽ ഒക്യുപേഷണൽ തെറാപ്പി ഇല്ല. അപ്പോൾ ഫിസിയോതെറാപ്പി ഉണ്ട്, ഒക്യുപേഷണൽ തെറാപ്പി ഇല്ല. ഒടുവിലാണ് ഓൺലൈനിൽ നിന്ന് ഇങ്ങനൊരു തെറാപ്പി ഇവിടെ പ്രവർത്തിച്ച് വരുന്നുണ്ട് സിസ്റ്റർ വിനീത ദേവസിയുടെ കീഴിൽ എന്നറിയാൻ സാധിക്കും. നമ്പർ കിട്ടി, വിളിച്ചു, കോൺടാക്ട് ചെയ്തു. അങ്ങനെ നേരിട്ട് വന്നു, ഫാമിലി മെമ്പേഴ്സിനെയും കൂട്ടി നേരിട്ട് വന്നു. പിന്നെ തെറാപ്പി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഓരോ ദിവസം എനിക്ക് തന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളും പല വ്യത്യസ്തമായിരുന്നു. അതിലൂടെ എനിക്ക് ചിലത് നമ്മുടെ ബ്രെയിനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതിന് ശേഷമാണ് നമുക്ക് ആക്ടിവിറ്റീസ് ആയാലും ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നിയത്. അത് റിക്കവറായി വരാം. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാ സപ്പോർട്ടും സിസ്റ്റർ തന്നു, സമയം തന്നു, കൂടെ ഇരുന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാറുണ്ട്. അങ്ങനെയെല്ലാം നിന്ന് എനിക്ക് സിസ്റ്ററുടെ സപ്പോർട്ടോട് കൂടി ഒക്യുപേഷൻ തെറാപ്പിയിൽ ഒരു സ്റ്റേജ് എനിക്ക് കടന്നു കഴിയാൻ എനിക്ക് സാധിച്ചു. രണ്ടാമത് എനിക്കൊരു ചെറിയ ഒരു ബാലൻസ് കുറവിൻ്റെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ആ വീഴ്ചയുടെ ഭാഗമായിട്ട് നടക്കുമ്പോൾ ഒരു കാല് ആ സൈഡിലേക്ക് പോവുക, ബോഡി ഒരു സൈഡിലേക്ക് പോവുക, സ്റ്റെയർ കയറുമ്പോൾ കോൺഫിഡൻസ് ഇല്ലാണ്ട് വീഴാൻ പോവുക, അങ്ങനെ പിടിച്ച് വേണം കയറാൻ. അങ്ങനെ അതും കുറച്ച് സമയം ഒരു ഫിസിയോതെറാപ്പിയും കൂടി ഇതിനിടയ്ക്ക് എനിക്ക് ആഡ് ചെയ്ത് തന്ന് എന്നെ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്ത് ഞാൻ പൂർണ്ണ റിക്കവറി ചെയ്തു. ഇനി എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ച് UK പോകാൻ എല്ലാവിധ ബോഡി ഫിറ്റ്നസ്സും ഞാൻ വീണ്ടെടുത്തു. അതെല്ലാം സഹായിച്ചത് ഈ ഒരു ഒക്യുപേഷണൽ തെറാപ്പിയും, ആ തെറാപ്പി എനിക്ക് എടുത്തു തന്ന ആ സിസ്റ്ററുടെ ഒരു മനസ്സും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറുമാണ്. ഒരു സൈലൻ്റ് ആണ്. നമുക്ക് വേറെ ശല്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എത്ര സമയമാണ് ഇത് ചെയ്യുന്നത് അത്ര സമയം നമുക്ക് പരിപൂർണമായിട്ടും നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. അതാണ് ഞാൻ അനുഭവിച്ചൊരു സൗഖ്യം, സന്തോഷം. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ അത് സിസ്റ്ററിൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ തിരിച്ചു പോവാണ്, അത് വർക്ക് ചെയ്യാൻ പോവാണ്. ആ ഒരു സന്തോഷമാണ് ഞാൻ അറിയുന്നത്.